Students, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഇൻഫ്ലേഷൻ. നിങ്ങൾക്ക് നോട്ടിൽ തന്ന പോലെ തന്നെ ആദ്യത്തെ പാർട്ട് ഇൻഫ്ലേഷൻ. നിങ്ങൾക്ക് മാക്രോ എക്കണോമിക്സ് 1 4th സെമ്മിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് മാക്രോ എക്കണോമിക്സ് 2 നമ്മൾ 5th സെമ്മിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ പെർസിസ്റ്റൻ്റ് റൈസ് ഇൻ പ്രൈസസ് ആൻഡ് ഓൺ ജനറൽ ലെവൽ ഓഫ് പ്രൈസസ്. എപ്പോഴും ഒരു ജനറലായിട്ട് ഒരു എല്ലാത്തിൻ്റെയും ഒരു വിലയ്ക്ക് മാറ്റം സംഭവിക്കുകയും അത് കുറച്ചു കാലം നിൽക്കുകയും ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടിയതിനെ നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കില്ല. രണ്ടെണ്ണം ഇൻക്രീസ് ആയതിനെ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കില്ല. ഒരു കൺസിഡർ ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഓഫ് കമ്മോഡിറ്റീസ് ഉണ്ട്, അതിൻ്റെ എല്ലാത്തിൻ്റെയും വില കൂടുകയും അത് നിലനിൽക്കുകയും ചെയ്യുന്ന ആ വിലക്കയറ്റം നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് അതിനെ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് 4 മെയിൻ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. മെയിൻ ഓതേഴ്സ്, മെയിൻ ഇക്കോണമിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഇൻഫ്ലേഷനെ പറ്റി. So first is Friedman. According to Friedman, inflation is always and everywhere a monetary phenomenon and can be produced only by a more rapid increase in demand or a more rapid increase in quantity of money than output. സോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് വരെയും ആ ഡിമാൻഡിന് കാരണം ആളുകളുടെ കയ്യിലുള്ള പൈസയുടെ അളവ് കൂടുകയാണെങ്കിൽ അതിനെ ആ മോണിറ്ററി ഫിനോമിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്നാണ് ഫ്രീഡ്മാൻ പറയുന്നത്. ഓക്കെ, ഇൻഫ്ലേഷൻ ഈസ് ഓൾവേസ് ആൻഡ് എവറിവെയർ എ മോണിറ്ററി ഫിനോമിനൻ ആൻഡ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ produced by only by a more rapid increase in the quantity of money than output. And വേറൊരു ഫേമസ് ഡെഫിനിഷനും കൂടെ ഉണ്ട് ഇൻഫ്ലേഷന്: ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ്. കുറേ എമൗണ്ട് ഓഫ് മണി കുറച്ച് കമ്മോഡിറ്റീസിനെ ചേസ് ചെയ്യുക എന്ന് വെച്ചാൽ ഓടിപ്പിടിക്കുക. അപ്പോൾ കുറച്ച് കമ്മോഡിറ്റീസേ ഉള്ളൂ, അതിനു വേണ്ടി കുറേ എമൗണ്ട് ഓഫ് മണി പിന്നാലെ ഓടി നടക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സ് അതിൻ്റെ വില കൂട്ടും. തൽക്കാലം ഇത്രയും ഡിമാൻഡ് അത്രയും യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നിർവാഹമില്ല, അപ്പോൾ അവർ പ്രൈസ് കൂട്ടും. ദിസ് ഈസ് കോൾഡ് ഇൻഫ്ലേഷൻ. And according to Hicks, it is not a monetary phenomenon. അത് തീർച്ചയായിട്ടും വെറും മോണിറ്ററി മാത്രമല്ല, വേരിയസ് റീസൺസ് ഉണ്ട് എന്നാണ് ഹിക്സിൻ്റെ അഭിപ്രായം. ആൻഡ് ജോൺസൺ പറയുന്നത് ഇറ്റ് ഈസ് എ സസ്റ്റെയിൻഡ് റൈസ് ഇൻ പ്രൈസസ്. സസ്റ്റെയിൻഡ് റൈസ് എന്ന് പറഞ്ഞാൽ കുറേ കാലം നിലനിൽക്കുന്ന പ്രൈസ് ഇൻക്രീസിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഷാപ്പറോൻ്റെ അഭിപ്രായത്തിൽ it is persistent increase in level of prices and specifically he is saying that general level of prices, ഒരു ജനറൽ ലെവൽ ഓഫ് പ്രൈസസിലുള്ള മാറ്റം പെർസിസ്റ്റൻ്റ് ആകുമ്പോഴാണ് അതിനെ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഫ്ലേഷൻ. ഒരു ഇൻഫ്ലേഷൻ്റെ സ്വഭാവം എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ദർ ഈസ് ഇൻഫ്ലേഷൻ if in an economy, if prices are increasing, whether it can be called as an inflation or not. അപ്പം ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സോ നമ്പർ 1 is it is always associated with increase in prices. എപ്പോഴും എങ്ങനെയൊക്കെ ഇൻഫ്ലേഷനറി സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാലും the main content is that there is increase in prices. പ്രൈസ് കൂടിയിട്ടുണ്ടാവും, അപ്പോഴായിരിക്കും ഇൻഫ്ലേഷൻ എന്ന് പറയാം. ആൻഡ് നമ്പർ 2 is dynamic in nature. Inflation is dynamic in nature. That is, when a product's price increased, whether it is a semi-finished product, if it is a semi-finished product or it is a raw material, what happens? The increased price will create an increase in the cost of production. So what happens? The next finished product's price will increase. For example, example ആയിട്ട് പറഞ്ഞാൽ ഇപ്പം പാല്
മിൽക്കിൻ്റെ പ്രൈസ് കൂടിയാൽ തീർച്ചയായിട്ടും ചായയുടെ പ്രൈസ് കൂട്ടേണ്ടി വരും ടീ ഷോപ്പുകാർക്ക്. അങ്ങനെ ചായയുടെ പ്രൈസ് കൂടുമ്പോൾ അനുബന്ധിച്ചിട്ടുള്ള ചോക്ലേറ്റും മിൽക്ക് പ്രോഡക്ട്സിൻ്റെയും പ്രൈസ് കൂടും. അങ്ങനെ വരുമ്പോൾ ബേക്കറി ഐറ്റംസിൻ്റെ പ്രൈസ് കൂടും. അങ്ങനെ പ്രൈസ് കൂടുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻക്രീസ് ആവും. അപ്പോൾ ലേബറേഴ്സ് കൂടുതൽ ഡിമാൻഡ് ചെയ്യും സാലറി. സോ വാട്ട് ഹാപ്പൻസ്, ദ പ്രൊഡ്യൂസേഴ്സ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്. Again, that producer will increase his product's price. അയാളുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടും. കാരണം എനിക്ക് സാലറിയും വേജസും കൂടി, അതുകൊണ്ട് എനിക്ക് കോസ്റ്റ് കൂടി എന്നും പറഞ്ഞു. സോ ഇറ്റ് ഈസ് എ ഡൈനാമിക് ചേഞ്ചിങ് ഫാക്ടർ. ഒറ്റ 10% ഇൻഫ്ലേഷൻ ത്രൂ ഔട്ട് 10 years അങ്ങനെ ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ചേഞ്ചിങ്. ദെൻ നെക്സ്റ്റ് ഇറ്റ് ഈസ് ഇക്കണോമിക് ഫിനോമിനൻ. നമ്മളുടെ മാത്രം ഇക്കണോമിക്സ് സ്റ്റുഡൻസിൻ്റെ ഇക്കണോമിക്സ് കമ്മ്യൂണിറ്റിയുടെയും സ്വന്തമായിട്ടുള്ള നമുക്ക് മാത്രം അവകാശപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് ഇൻഫ്ലേഷൻ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇലാസ്റ്റിസിറ്റി ഇറ്റ് ഈസ് യൂസ്ഡ് ബോത്ത് ഇൻ ഫിസിക്സ് ആൻഡ് ഓൾസോ ഇൻ എക്കണോമിക്സ്. സോ അങ്ങനെയുള്ള കുറേ വേർഡ്സ് അവരുടെ എല്ലാ വേർഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇൻഫ്ലേഷൻ ഇറ്റ് ഈസ് ഇക്കണോമിക് ഫിനോമിനൻ. Then next characteristics is that it is excess of demand over supply. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സപ്ലൈക്ക് അനുസരിച്ചല്ലാതെ കൂടുതൽ ഡിമാൻഡ് വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സിന് തൽക്കാലം പ്രൈസ് കൂട്ടാനേ നിവൃത്തിയുള്ളൂ. അങ്ങനെ പ്രൈസ് കൂടുന്നതാണ് ഇൻഫ്ലേഷൻ. ദെൻ ഇറ്റ് ഈസ് എ മോണിറ്ററി ഫിനോമിനൻ. അതായത് മണി മാറ്ററാണ് അവിടെ വരുന്നത്. ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻക്രീസ് ആവുമ്പോൾ ഉണ്ടാവുന്നതാണ്. Then the reason is twofold. That is, one is demand pull and another is cost push. Demand is pulling at a very high level the പ്രൈസിനെ വലിച്ചു നീട്ടാണ് ഡിമാൻഡ്. വേറെ സൈഡിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് പുഷസ് ദ പ്രൈസ് ടു അപ്പ്. സോ ഇൻഫ്ലേഷൻ ഹാപ്പൻസ്. Then last is it is always cumulative. Accumulation സംഭവിക്കുന്നുണ്ട്. അപ്പോൾ 10% ഇൻക്രീസ് ഇൻ പ്രൈസസ് ഒരു പ്രോഡക്റ്റിൽ സംഭവിച്ചാൽ ഇറ്റ് ലീഡ്സ് ടു another product's price increase, then it accumulates to another product. അങ്ങനെ ഒന്നിലുണ്ടാവുന്നത് അടുത്ത സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ക്യുമുലേഷൻ ആണ് സംഭവിക്കുക. ഓക്കെ, താങ്ക് യു.